സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പല രീതിയിലും കഴിവുകെട്ടവരാണെന്നാണ് പൊതുവെ എതിർ പാർട്ടികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരെ ശക്തമായൊരു സമരം സംഘടിപ്പിക്കാനോ നേതൃനിരയിൽ നിന്ന് കാര്യങ്ങൾ നീക്കാനോ ഒന്നിനും കഴിവില്ലാത്ത കുറെ അണികളും മുഖ്യമന്ത്രി കസേര മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്പരം പാരവെക്കുന്ന നേതൃത്വവുമാണ് കോൺഗ്രസിന് അകത്തുള്ളതെന്നാണ് പരക്കെ ഉയർന്നു കേൾക്കാറുള്ള ആക്ഷേപം. ഇപ്പോഴിതാ ദേശീയഗാനം വരികൾ തെറ്റാതെ പാടാൻ പോലും അറിയാത്തവരാണ് കോൺഗ്രസ് പ്രവർത്തകരെന്ന ആക്ഷേപം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്ഷേപം ആദ്യമായല്ല കോൺഗ്രസിന് ഏൽക്കുന്നതെന്നാണ് മറ്റൊരു സത്യം. കുറച്ചു നാളുകൾക്ക് മുൻപ് പാലോട് രവി മാത്രമായിരുന്നു ദേശീയഗാനം തെറ്റിച്ചു പാടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണവും കൂടുതലാണ്. കോൺഗ്രസിന്റെ 140-ാം വാർഷിക പരിപാടിയിൽ KPCC ആസ്ഥാനത്ത് പതാക ഉയർത്തിയതിനു ശേഷമാണ് ജനഗണമന അതിനായക എന്ന് തുടങ്ങുന്ന ദേശീയഗാനം വരികൾ തെറ്റിച്ച് പാടിയത്. പാടിയ കൂട്ടത്തിൽ ഇത്തവണയും പാലോട് രവിയും ഹാജരായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി AK ആന്റണി, VM സുധീരൻ, ദീപാദാസ് മുൻഷി, സജി ചെറിയാൻ തുടങ്ങി പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനം ഒരു വരി പോലും തെറ്റാതെ പാടിയ PC വിഷ്ണുനാഥ് MLA മുതൽ മുന്തിയ ധാരാളം കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ നിന്നാണ് ദേശീയഗാനം തെറ്റിച്ചു പാടിയിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിഷയം സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ദേശീയഗാനം പോലും തെറ്റാതെ പാടാൻ അറിയാത്തവർ എങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ദേശീയഗാനം എന്നത് വെറും ഒരു പാട്ടല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ അല്ലെങ്കിൽ അതിനൊക്കെ മുൻപേ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റുപാടുന്ന ഒരു വികാരമാണ്. സ്കൂൾ കാലം മുതൽ നാം ഓരോരുത്തരും കേട്ടു പഠിക്കുന്ന കാര്യവുമാണ്. ദേശീയഗാനത്തെയും ദേശീയ പതാകയെയും നിന്ദിക്കുന്നതും രാജ്യത്ത് വലിയ കുറ്റമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് എന്നാൽ ദേശീയഗാനത്തിന്റെ മഹത്വം മനസ്സിലായില്ലെന്നാണ് പുറത്തു വരുന്ന വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. പതാക ഉയർത്തലിന് ശേഷം പിറകിൽ നിന്ന് ആരോ ഒരാളാണ് ദേശീയഗാനം ആദ്യം തെറ്റിച്ചു പാടിയതെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. പുറത്തിറങ്ങാനുള്ള പുതിയ റീലിൽ തകർത്ത് അഭിനയിക്കുന്ന തിരക്കിൽ വരികൾ തെറ്റിയ വിവരം പക്ഷേ കേട്ട് കൂടെ പാടിയവർ ആരും തന്നെ മനസ്സിലാക്കിയില്ലെന്നതാണ് സത്യം. അത് ആ വീഡിയോയിൽ വ്യക്തമായി കാണാം. കൂടെ നിന്ന് ഏറ്റുപാടിയവരിൽ ആരെങ്കിലും വരി തെറ്റിയതിന്റെ ഒരു ഭാവവ്യത്യാസം പോലും മുഖത്തില്ലാതെ തകർത്ത് അഭിനയിക്കുന്നുമുണ്ട്. സംഭവം വിവാദമായതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതിനിടയിൽ കേൾക്കുന്ന മറ്റൊരു രസകരമായ കാര്യം ഇങ്ങനെയാണ്. ഇനി കോൺഗ്രസ് പ്രവർത്തകർ ദേശീയഗാനം പാടാൻ നിൽക്കാതെ ദേശീയഗാനത്തിന്റെ CD പ്ലേ ചെയ്യുകയോ യൂട്യൂബിൽ ദേശീയഗാനം പാടിക്കുകയോ ചെയ്താൽ മതിയെന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകളിൽ കൂടുതലും. അതിനിടയിൽ രസകരമായ ഒരു കമന്റാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ദേശീയഗാനം ഇതല്ല പോറ്റിയുടെ പാരഡി ഗാനം എന്നാണ് ഒരു വിരുദ്ധം പറയുന്നത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കമന്റുമായി വന്നിട്ടുണ്ട്. കോൺഗ്രസ് പരിപാടിയിൽ ദേശീയഗാനം എഴുതി അറിയാവുന്നവരെ ക്രമീകരിച്ച് പാടിക്കുക, ചുമ്മാ തോന്നുന്ന പോലെ പാടാനുള്ളതല്ല ദേശീയഗാനം. കോൺഗ്രസുകാരനായ എനിക്കും അനേകർക്കും നാണക്കേടാണ് ഈ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നടന്നതാണ്. ദേശീയഗാനം പാടാൻ അറിയാത്ത നേതാവെന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തണം, ഇത് കോൺഗ്രസിന് അപമാനമാണെന്നും പറഞ്ഞും കമന്റ് വരുന്നുണ്ട്. മുൻപ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പാലോട് രവി ദേശീയഗാനം തെറ്റായി ആലപിച്ചതിന്റെ ക്ഷീണം കോൺഗ്രസിൽ നിന്ന് മാറി വരുന്നതേയുള്ളൂ. അതിനിടയിലാണ് പുതിയ തെറ്റ് ആവർത്തിച്ചിരിക്കുന്നത്. ഇനി ദേശീയഗാനത്തിന്റെ വരികൾ കോൺഗ്രസുകാർ ഇങ്ങനെ തന്നെയാണോ പഠിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്.